ഡിയർ സ്റ്റുഡൻസ്, 10th സ്റ്റാൻഡേർഡിലെ തേർഡ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് ആൾജിബ്രായ്ക്ക് എക്സ്പ്രഷൻ ഫോം ചെയ്യാനാണ്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ പൊസിഷനും ടേമും തമ്മിലുള്ള റിലേഷൻ ഒരു ഇക്വേഷനായിട്ട് എഴുതുന്നതിനാണ് നമ്മൾ ആൾജിബ്രായ്ക്ക് എക്സ്പ്രഷൻ എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാണ്. 3 + 4 7 7 + 4 11 11 + 4 15 എക്സെട്ര. അപ്പോൾ നമുക്കറിയാം ഇതിലെ ഫസ്റ്റ് ടേം x1 എന്ന് പറഞ്ഞാൽ ഇതിൽ 3 ആണ്, x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആണ്. ആ 7 അങ്ങനെ നമുക്ക് കിട്ടുന്നത് ഇതിലെ കോമൺ ഡിഫറൻസ് 3നോട് കൂടി 4 ആഡ് ചെയ്യുമ്പോഴാണ്. 7 - 3 4 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ 3നോട് കൂടി x1നോട് കൂടി നമ്മൾ ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ x2 കിട്ടുന്നത്. അപ്പോൾ x2 = x1 + d എന്ന് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് ഈ തേർഡ് ടേമാണ് ഇവിടെ 11 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, x3 = x1നോട് കൂടി വീണ്ടും ഒരു ടൈം കൂടി നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പോൾ 3 + 4 + 4 ആണ് ഇവിടെ 11 തേർഡ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ x1നോട് കൂടി 2 ടൈംസ് d ആഡ് ചെയ്യണം. ഇവിടെ 2 ടൈംസ് 4 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ x3 കിട്ടുന്നത്, 11 കിട്ടുന്നത്. ഇനി x4 കാണുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളിവിടെ ഒരു 4 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ x1നോട് കൂടി 3 ടൈംസ് 4 ആഡ് ചെയ്ത് കൊടുക്കണം. 3 + 4 + 4 + 4 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ 15 എന്ന് കിട്ടുന്നത്. അപ്പോൾ x4 = x1 + 3d നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനെ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ നമ്മൾ x4 കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 4ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ അത്രയും d. ഇപ്പോൾ 4ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 3 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത്രയും d ആണ് നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അതുപോലെ x3 കാണുന്നുണ്ടെങ്കിൽ 3ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ അത്രയും d ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3ൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ 2d ആണ് നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ x2 കാണുന്നുണ്ടെങ്കിൽ ഈ 2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 1 ആണ്. 1d മീൻസ് d ഇറ്റ് സെൽഫ്. അപ്പോൾ 2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ അത്രയും d ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ x10 കാണുന്നുണ്ടെങ്കിൽ നമ്മൾ x1നോട് കൂടി എത്ര d ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും? ഈ 10ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ അത്രയും d നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വന്ന് നമുക്ക് x20 കാണുന്നുണ്ടെങ്കിൽ x1നോട് കൂടി ഈ 20ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ അത്രയും d. അപ്പോൾ 20 - 1 90 എന്ന് കിട്ടും, 19d. അപ്പോൾ x25 ആണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ x1 + 25ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ അത്രയും d ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 25ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 24d ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിനെ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ nth ടേം കാണുന്നുണ്ടെങ്കിൽ nth ടേമിനെ നമ്മൾ xn ഇൻഡിക്കേറ്റ് ചെയ്യും. nth പൊസിഷനിലുള്ള ടേം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് കാണുന്നുണ്ടെങ്കിൽ x1നോട് കൂടി എത്ര d നമ്മൾ ആഡ് ചെയ്യണം? ഈ n നിന്ന് 1 മൈനസ് ചെയ്താൽ അത്രയും d നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ xn = x1 + n - 1 × d. ഇതാണ് നമുക്ക് ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. xn = x1 + n - 1 × d. അപ്പോൾ ഈ n-ൻ്റെ പൊസിഷനിൽ നമ്മൾ ഏത് നമ്പർ കൊടുത്താലും ആ പൊസിഷനിലുള്ള ടേം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്തുകൊണ്ട് എഴുതുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഇതിന് നമ്മൾ ഈ ബ്രാക്കറ്റ് അവിടെ ഒഴിവാക്കുകയാണെങ്കിൽ x1ന് നമുക്ക് വേണമെങ്കിൽ f എന്ന് കൂടി പറയാം. ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ x1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഫസ്റ്റ് ടേമിന് നമുക്ക് f എന്ന ലെറ്റർ കൊണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനൊന്ന് മാറ്റി എഴുതുകയാണ്. xn = x1 എന്നുള്ളതിന് പകരം ഞാൻ f എന്ന് കൊടുത്തു. അപ്പം f + n - 1 × d. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ f + ഈ ഡീനെ n കൊണ്ടും ഇൻറ്റ് ചെയ്യണം, ഡീനെ -1 കൊണ്ടും നമ്മൾ ഇൻറ്റ് ചെയ്ത് കൊടുക്കണം ഇവിടെ. അപ്പോൾ ഡീനെ n കൊണ്ട് ആദ്യം ഇൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് dn എന്ന് കിട്ടും. ഇനി ഡിയും -1ഉം ഇൻറ്റ് ചെയ്യുമ്പോൾ 1 × d തന്നെ
പിന്നെ അവിടെ സൈൻ മൈനസ് ആയതുകൊണ്ട് ഒരു നെഗറ്റീവും പോസിറ്റീവും ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കിവിടെ മൈനസ് ആണ് വരിക. അപ്പോൾ -1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ -d തന്നെ. അപ്പോൾ വീണ്ടും ഇതിനൊന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഈ ഡി എന്നെ ഞാൻ ഫസ്റ്റിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡി എൻ പ്ലസ് ഇനി ഇവിടെ ബാക്കിയുള്ളത് ഒരു എഫും ഉണ്ട്, ഒരു -d ഉണ്ട്. അപ്പോൾ അതിനെ അവിടെ മാറ്റി എഴുതുക, f-d. അപ്പോൾ നമുക്ക് ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷനാണ് xn = dn + f-d, അല്ലെങ്കിൽ xn = x1 + n-1 × d എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ xn = f + n-1 × d എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് xn = dn + f-d. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ഈ രീതിയിലേക്കും കൂടി അറേഞ്ച് ചെയ്ത് എഴുതാം. ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ എപ്പോഴും an + b എന്ന മോഡലിലായിരിക്കും. ഇവിടെ a എന്ന് പറഞ്ഞാൽ ഈ കോമൺ ഡിഫറൻസ് തന്നെയാണ്, b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f-d ആയിരിക്കും. അപ്പം എയും ബിയും ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f-d. അപ്പോൾ നമുക്ക് ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് xn = dn + f-d. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. Find the algebraic form of the arithmetic sequence given below 1, 6, 11, 16, etc. അതൊന്ന് ചെയ്ത് നോക്കാം. 1, 6, 11, 16, etc. ഇതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് എഴുതിയേക്കാം. ഇവിടെ ഫസ്റ്റ് ടേം എഫ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം, 1 ആണ്. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ 6 - 1 വി ഗെറ്റ് 5. ഇനി ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. xn = dn + f-d. ഇപ്പോൾ ഡീൻ്റെ പൊസിഷനിൽ നമുക്ക് ഡി ഇവിടെ 5 ആണ്, അതുകൊണ്ട് ഈ ഡീൻ്റെ പൊസിഷനിൽ നമുക്ക് 5 എന്ന് കൊടുക്കാം. എന്നിൻ്റെ പൊസിഷനിൽ ഒന്നും അപ്ലൈ ചെയ്യേണ്ടതില്ല, n അതുപോലെ ഇവിടെ ഇറക്കിയിടുക. പ്ലസ് ഇനി ബ്രാക്കറ്റിൽ f-d ആണുള്ളത്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഇവിടെ 1 ആണ്, അതുകൊണ്ട് നമുക്ക് 1 എന്ന് കൊടുക്കാം. ഈ മൈനസ് അതേപോലെ ഇടുക. ഇനി d 5ഉമാണ്, = 5n + 1 - 5 ചെയ്യുമ്പോൾ അവിടെ സ്മോൾ നമ്പറിൽ നിന്ന് ലാർജ് നമ്പറാണ് മൈനസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ഒരു മൈനസ് സൈൻ കൂടി അവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 5 - 1 വി ഗെറ്റ് 4. അപ്പോൾ 1 - 5 ആയതുകൊണ്ട് അവിടെ നമുക്ക് -4 എന്നാണ് കിട്ടുക. അഗെയിൻ ഇവിടെ ഒരു പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നു. ഈ പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ മൈനസ് സൈനാണ് കൊടുക്കുക. അപ്പോൾ 5n - 4 ആണ് ഇവിടുത്തെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു 7, 12, 17, etc. 2, 7, 12, 17, etc. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാം 2, കോമൺ ഡിഫറൻസ് d = 7 - 2 വി ഗെറ്റ് 5. xn = dn + f-d. ഇതാണ് നമ്മുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ ഡീൻ്റെ പൊസിഷനിൽ 5 എന്ന് കൊടുക്കാം, n അതേപോലെ ഇറക്കിയിടുക, പ്ലസ് ഇടുക, ബ്രാക്കറ്റിൽ f-d, f = 2 ആണ്, മൈനസ് ഇട്ടെടുത്തു, d 5 = 5n + 2 - 5 ചെയ്യുമ്പോൾ അഗെയിൻ നമുക്കൊരു സ്മോൾ നമ്പറിൽ നിന്ന് ലാർജ് നമ്പർ മൈനസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്യുക. 5 നിന്ന് 2 മൈനസ് ചെയ്ത് നമുക്ക് 3 കിട്ടും. പക്ഷേ അവിടെ ഒരു നെഗറ്റീവ് സൈനാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. സ്മോൾ നമ്പറിൽ നിന്ന് ലാർജ് നമ്പർ മൈനസ് ചെയ്യാനുണ്ടാവുമ്പോൾ നമ്മൾ സാധാരണ പോലെ മൈനസ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ -3 എന്ന് കിട്ടും. വീണ്ടും ഇവിടെ ഒരു പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നു. അങ്ങനെ വന്നാൽ നമ്മൾ മൈനസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വി ഗെറ്റ് 5n - 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി
ഫ്രാക്ഷൻ വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ 1 1.5 2 2.5 1 1.5 2 2.5. അപ്പോൾ ഇവിടെ എഫ് 1 ആണ്. ഡി എന്ന് പറഞ്ഞാൽ 1.5 മൈനസ് 1 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ 1.5 എന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹാഫാണ് കിട്ടുക. ഇനി ഓൾജിബ്രാക്ക് എക്സ്പ്രഷൻ കാണാം. എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ ഡീൻ്റെ പൊസിഷനിൽ ഹാഫ് എന്ന് കൊടുക്കാം. ഡി നമുക്കിവിടെ കിട്ടിയത് ഹാഫാണ്, 1/2 ആണ്. അപ്പോൾ 1/2 എൻ അതേപോലെ എഴുതി പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുമ്പം എഫ് ഇവിടെ 1 ആണ് മൈനസ് ഡി ഹാഫ് എൻ ഈക്വൽ ടു ഹാഫ് എൻ പ്ലസ് 1 ഹാഫ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹാഫാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഹാഫ് എൻ പ്ലസ് 1/2 എന്നാണ്. എക്സ് എൻ ഈക്വൽ ടു ഹാഫ് എൻ പ്ലസ് 1/2. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ടിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ന്യൂമറേറ്റർ ഉള്ളത് 1n എന്നാണുള്ളത്. ന്യൂമറേറ്റർ ഉള്ളത് 1n എന്നാണ്. നമ്മുടെ ന്യൂമറേറ്റർ 1n ആണുള്ളത്. അപ്പോൾ 1n മീൻസ് nn എഴുതിയാൽ മതി. പിന്നെ ഇവിടെ ഉള്ള സൈന് പ്ലസ് ആണ്, അത് അതേപോലെ എഴുതി. പിന്നെ ഇവിടെ ഉള്ളത് 1 ആണ്, ആ 1 അതേപോലെ എഴുതുക. ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ചെയ്തതിന് ശേഷം താഴെ ഡിനോമിനേറ്റർ 2 നമ്മൾ 2ഉം 2ഉം അവിടെ ആഡ് ചെയ്യാനൊന്നും പാടില്ല. ആ 2 അതേപോലെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഹാഫ് എൻ പ്ലസ് 1/2 എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ n പ്ലസ് 1/2 നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാനും സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/6 1/3 1/2 1/6 1/3 1/2 എക്സെട്ര. അപ്പോൾ എഫ് നമുക്കറിയാം ഫസ്റ്റ് ടേം 1/6, ഡി ഈക്വൽ ടു x2 മൈനസ് x1. അപ്പോൾ 1/3 മൈനസ് 1/6. അപ്പോൾ ഇവിടെ ഡി കാണുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം അല്ല, 3ൻ്റെ മൾട്ടിപ്പിളാണ് അവിടെ 6. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കിയാലേ ന്യൂമറേറ്റേഴ്സ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 എന്നുള്ളത് നമ്മൾ 6 ആക്കി കൊടുക്കണം. 3നെ 6 ആക്കണമെങ്കിൽ നമ്മൾ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3നെ താഴെയുള്ള 3നെ നമ്മൾ 2 കൊണ്ട് ഈ 3നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ ന്യൂമറേറ്ററിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മാറ്റി എഴുതുമ്പോൾ 1 × 2 ഡിവൈഡഡ് ബൈ 3 × 2 മൈനസ് 1/6 ഈക്വൽ ടു 2/6 മൈനസ് 1/6. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആയി, അതുകൊണ്ട് ഇനി ന്യൂമറേറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 2 - 1 ആണ് അവിടെ ഉള്ളത്. അപ്പോൾ 1/6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടേമും 1/6 ആണ്, കോമൺ ഡിഫറൻസും 1/6 ആണ്. അത് വെച്ചിട്ട് ഇനി നമുക്ക് ഓൾജിബ്രാക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ ഡി നമുക്ക് 1/6 ആണ് കിട്ടിയത്, 1/6 എൻ പ്ലസ് എഫും കിട്ടിയത് 1/6 ആണ്. 1/6 മൈനസ് ഡി അഗെയിൻ 1/6. അപ്പോൾ ഇവിടെ 1/6 മൈനസ് 1/6 ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 1/6 എൻ പ്ലസ് 0 എന്ന് കിട്ടും. അപ്പോൾ അതെന്തെന്നായി മാറും? 1/6 എൻ അഥവാ n/6 എന്ന് എഴുതാൻ പറ്റും. 1ഉം n ഉം ഇൻറ്റു ചെയ്ത് നമുക്ക് n തന്നെയാണ് കിട്ടുക. അപ്പം നമ്മുടെ ആൻസർ n/6 ആയിട്ട് മാറും.